നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു മധുര പലഹാരമാണ്. ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് 4 കപ്പുണ്ട്. ഒരു 1/2 കിലോയോളം ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തതാണ്. 1 കപ്പ് പഞ്ചസാര, നമുക്ക് 1 കപ്പ് ക്യാരറ്റിന് 1/4 കപ്പ് പഞ്ചസാര എന്ന നിലയിൽ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ലിറ്റർ പാല്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു 10 ഏലയ്ക്ക, നമുക്ക് നെയ്യ് ഒരു 5-6 സ്പൂൺ നെയ്യ് വേണം, 5-6 ടീസ്പൂൺ നെയ്യ് കൂടെ വേണം. അതായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. നമ്മുടെ അണ്ടിപ്പരിപ്പ് ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് നമുക്കൊന്ന് 2-3 മിനിറ്റ് അവനെ ഒന്ന് ചിക്കിയെടുക്കാം. അതിനകത്തിലെ വെള്ളമയൊക്കെ ഒന്ന് മാറി വരും. ഞാൻ 2-3 മിനിറ്റ് നമ്മുടെ ക്യാരറ്റ് നെയ്ക്കകത്തിട്ട് നമ്മളൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലെ വെള്ളമയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാല് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പാല് നമുക്കിതിൽ കിടന്ന് വറ്റി വരണം. ഇനി നമ്മൾ തീ അല്പം കൂട്ടിയിട്ട് നല്ലവണ്ണം വറ്റി വരട്ടെ. നമ്മുടെ ക്യാരറ്റ് പാലിനകത്ത് കിടന്ന് വേവുന്നുണ്ട്. നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഈ പാല് അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അധികം പിടിക്കത്തില്ല, എന്നിരുന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ഇടേണ്ടതുള്ളൂ. നമ്മുടെ ക്യാരറ്റ് പാലിനകത്ത് കിടന്ന് വെന്ത് ഒരു 10 മിനിറ്റോളം നല്ലപോലെ കിടന്ന് വെന്ത് പാല് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചതാണ്, അത് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഒരല്പം കൂടെ വെള്ളം ഈ പഞ്ചസാര ഒഴിച്ചുകൊണ്ട് ഇറങ്ങും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം തീയിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും പാലും പഞ്ചസാരയും എല്ലാം കൂടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഇതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അല്പം നേരം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ വെള്ളമെല്ലാം വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് നമുക്കിട്ട് കൊടുക്കാം. അതുകൂടെ ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം. നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അല്പം സമയം എടുക്കുമെങ്കിലും എളുപ്പമാണ്. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നല്ലൊരു മധുരപലഹാരം.